നിൽക്കുന്നേ? ആ കൈ നോക്കി പോസ് തന്നെ. ഇങ്ങനെ ഇതാണ് ഭംഗി. ദേ ഈ ചിരിയുണ്ടല്ലോ, അത് ചുണ്ടിന്ന് മായാ നിൽക്കണം. റെഡി? ആ, ഇത് ഫോട്ടോ എടുക്കുന്ന സാധനമാണല്ലേ? ആ, നമ്മുടെ ഒരു ഫോട്ടോ എടുക്ക. അങ്ങോട്ട് മാറിക്കട. ഓഹോ, അപ്പൊ നീ പെമ്പിള്ളേരെ പടം മാത്രം എടുക്കത്തുള്ളല്ലേ? പൊടി വന്നു. അവള് പോട്ടം പിടിപ്പിക്കാൻ വന്നിരിക്കുന്നു. പൊടി. എടാ, നിനക്ക് പടം പിടിക്കാൻ പറ്റിയ പെമ്പിള്ളേര് ഇവിടെ ഇല്ല. പോടാർന്നു. എന്റെ പൊന്നു കുഞ്ഞെ വഴക്കുണ്ടാക്കല്ലേ, എന്റെ പൊന്നു കുഞ്ഞെ ചതിക്കല്ലേ. ഞാൻ ചോദിക്കാം അവനോട്. എടാ, എന്താണാടാ ഇത്? ആ കുഞ്ഞ് ആരാന്നാ നീ വിചാരിച്ച്? അതിന്റെ തന്തയും തള്ളേ അതിന് ഈർക്കിലിരുത്ത് അടിച്ചിട്ടില്ല. ആ, അതുകൊണ്ടാ ഇപ്പൊ നാട്ടുകാർ നല്ലേണ്ടി വന്നേ. നാട്ടുകാരനോ? ഏത് നാട്ടുകാരൻ? നീ എവിടത്തെ നാട്ടുകാരനാടാ? വണ്ടിക്കാരൻ. അവരെ നക്കാപ്പിച്ചോണ്ട് കൂടിയാ ഇവിടെ കഞ്ഞി കുടിച്ച് കഴിയണത്. കാണുമ്പോ 2 rupees ചോദിക്കാതെ തരുന്നവനാ. അല്ലെങ്കിൽ എന്തിനാ അവനെ പറഞ്ഞ? നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. അവന്റെ തന്തയും തള്ളയും നടപ്പിനെ വന്ന് ചത്തപ്പോ നീ അവനെ തീറ്റിപ്പോറ്റി വളർത്തിയത്. ഇല്ലെങ്കിൽ അവനും എവിടെയെങ്കിലും പണി ചത്തോണ്ടേനെ. കരയാതെ നിനക്ക് ഞങ്ങളുണ്ട്. കഴിക്കുവാൻ എന്താടാ വിളിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഇറങ്ങി പോടാണ്. ഇതൊക്കെയാണല്ലോ നിനക്കുള്ള സഹായങ്ങൾ. മതിയായി, പൊക്കാണോ? ഞാൻ പോകുന്നു. അയ്യോ പോവല്ലേ, ഇറങ്ങി പോടാണ്. പിന്നെ പോകുന്നതൊക്കെ കൊള്ളാം. ഇനി നീ ഈ പണിയും കൂടെ തിരിച്ചു ചവിട്ടരുത്. നടി അരിയ അമ്മയ്ക്കൊണ്ട് കൊടു. എനിക്ക് വയ്യ, ചേട്ടൻ തന്നെ കൊണ്ടുകൊടു. വലിയ പിണക്കമാണല്ലേ? കൊടുക്കാനാ പറഞ്ഞു. നീ അടി വാങ്ങിക്കണമായിരിക്കും. പിന്നെ അടിക്കും ഒരടിക്കാരൻ. അല്ലെങ്കിൽ നിന്നത്തെല്ലാം ഞാനാരാ? ഞാൻ നിങ്ങളുടെ ആരുമല്ലല്ലോ. എന്താ പറഞ്ഞേ? എന്താ? ഓഹോ, എന്നാ പിന്നെ അടിച്ചിട്ടേ കൊടുക്കൂ. അടിക്കും. എന്റെ മോളെ, നിങ്ങളെ ആരെങ്കിലും ഞാനിതുവരെ വേദനിപ്പിച്ചിട്ടുണ്ട്? ഒരിക്കലും ഈ ചേട്ടൻ വേദനിപ്പിക്കില്ല. ശിവരാമ, നീ വാ, വന്ന് ചോറിന്. എനിക്ക് വേണ്ട. അതിന് നീ ഞാനായിട്ട് എന്താണ് പിണക്കം? നീ വാടാ. എനിക്ക് നിങ്ങളെ ചോറും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ നീ എന്തിനാ ഞങ്ങൾക്ക് അരി സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് തരുന്നത്? നീ കൊണ്ടുവന്നുകൊണ്ടായിരുന്നു അത്താഴം വെച്ചത്. നിനക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾക്കും വേണ്ട. നീ വന്ന് എടുത്തുകൊണ്ട് പോരും. നാളെ മുതലേ നീ ഇവിടെ ഒരു അടുപ്പ് കൂട്ടിക്കോ. എന്തൊരു വിശപ്പാ അല്ലേ ചേട്ടാ? ശിവരാമന് വിശക്കുന്നില്ലേ? ഇല്ല. അതെന്ത് പറ്റി ഇന്നിങ്ങനെ? എന്നും ഇത്രയും മൂക്ക് കുട്ടി തട്ടാറുണ്ടല്ലോ. നീ പോയി പറഞ്ഞു. എന്റെ അമ്മേ, എനിക്ക് എന്തൊരു വിശപ്പ്. ഉച്ചയ്ക്കും പട്ടിണിയാ. നീ പോയി. ഉണ്ണാണെങ്കിൽ എല്ലാവർക്കും ഉണ്ണ, ഇല്ല ആർക്കും വേണ്ട. ഞാനും ചേട്ടനും ഇവിടെ പട്ടിണി ഇരിക്കാം. ഒന്ന് നീക്കേ. അമ്മേ, സത്യാഗ്രഹ സമരം 1-ാം ദിവസം. അപ്പോ ചിരിക്കാൻ അറിയാം അല്ലേ?
സാറേ വാ, ഒന്ന് എണീക്ക്, നമുക്ക് പോയി ഊണ് കഴിക്കാം. എന്താ? അവിടെ അമ്മക്ക് സുഖമില്ല, കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാ. അമ്മയ്ക്ക് എന്താ ചേട്ടാ? ആ നീ വാ പോവാ. ഞാൻ പോട്ടെ പിള്ളച്ചേട്ടാ. പൊയ്ക്കോ പൊയ്ക്കോ. അമ്മയ്ക്ക് എന്താ ചേട്ടാ? നിന്റെ അമ്മയ്ക്ക് ഒരു അസുഖമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. ഈ ചേട്ടനെ കൊണ്ട് ഞാൻ തോറ്റു. ജോലി ചെയ്ത് ജീവിക്കാനും സമ്മതിക്കില്ല. ആ അങ്ങനെ ഇപ്പൊ ഈ നേരത്ത് അവിടെ ജോലി ചെയ്ത് നീ ജീവിക്കണ്ട. കാളവണ്ടി അടിച്ചിട്ടാണെങ്കിലും എനിക്ക് കിട്ടുന്നത് ഞാൻ മരിക്കുന്നവരെ നിങ്ങൾ കൊണ്ടുതരും. കുടിച്ചും കുടിക്കാതെയും നമുക്ക് ഇങ്ങനെയൊക്കെ കഴിയാം. അത് മതി, വാ. എടാ ചാത്തു, എന്തോട് അമ്മ അമ്മ മാറ്റി വെച്ചേ. ഞാൻ കഴിച്ചോളാം. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. എന്താ അത്? നിനക്ക് കുളിക്കാൻ സമയമായില്ലേ? പിള്ളേ എന്താ അവിടെ? അല്ല, എന്റെ ഈ വലത്തെ കാലിൽ ഒരു പഴുതാര കുത്തും. തനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ടല്ലേ. പറമ്പിൽ പണിയെടുപ്പിക്കണം, പാടത്ത് പണിയെടുപ്പിക്കണം, പാടത്ത് പണിയെടുക്കുന്ന പെൺപിള്ളേരുടെ കാര്യം നോക്കണം, കുപ്പിയും ഗ്ലാസും ഈ കുടുംബം മുഴുവൻ തൂത്തുവാരണം. എന്തൊരു വലിയ പാടാന്നറിയാമോ? മതി 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 മതി. തന്റെ വൃത്തിയുടെ കൂടുതലുണ്ടാ ദേ ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. ആ പെണ്ണിനെ വിളിച്ച് ഇതൊക്കെ ഒന്ന് തൂപ്പിച്ചൂടെ? ഉള്ളതാണല്ലോ, ആ പെണ്ണിനെ വിളിച്ച് തൂപ്പിക്കാവുന്നേ ഉള്ളൂ. താൻ ചെന്ന് കാറിൽ പെട്ടിയുണ്ട്, എടുത്ത് അകത്ത് വെപ്പിക്കൂ. സുരേന്ദ്ര, താക്കോലെവിടെ? ചേച്ചി ചേച്ചി, പുത്തമ്പരിക്കലെ അമ്മ വന്നിട്ടുണ്ട്. ദേ ഇപ്പൊ പിള്ളച്ചിട്ടും വന്ന് പറഞ്ഞിട്ട് പോയി. ചേച്ചി വേഗം കുളിച്ച് റെഡിയാകാൻ നോക്ക്. ഇതാ ഇത് വെച്ചു. ഇതൊന്നും ഒപ്പിട്ട് തന്നെ. നാളെ കൊടുത്താ പോരെ? ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. ഓ പിള്ളേ, മാധവിക്ക് 2 പറ നെല്ല് അളന്നു കൊടുക്കൂ. ഓ ഓ പോയി വാങ്ങ. ഓ വന്നിരിക്കുന്നു സിംഗരിക്ക്. അത് പോകരുത്. എടി, നമ്മൾ തമ്മിൽ എന്താ ബന്ധം? ആലുവ ശിവരാത്രി മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ലല്ലോ. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ ഭർത്താവല്ലേ. ഒരു സ്നേഹം സ്നേഹിച്ചതിന് കിട്ടി. തന്നിട്ടുണ്ടല്ലോ 2 എണ്ണത്തിന്. പുര നിറഞ്ഞു നിൽക്കുന്നു. പോരെ സ്നേഹ. അതെന്റെ മാത്രം കുറ്റമാണോ എടി? ഞാനായതുകൊണ്ട് 2-ൽ നിർത്തിയെന്ന് പറ. എടി മാധവി, നിനക്ക് സരച്ചമ്മയുടെ കാശ് കിട്ടി കാണൂ. കിട്ടി. അത് ബാങ്കിലിട്ടാച്ചാ അങ്ങോട്ട് പോകുന്നത്. ഇനി ഇപ്പൊ എടുത്താ പൊങ്ങത്തില്ല. അധികമൊന്നും വേണ്ട. നിങ്ങളുടെ നോക്കിയാൽ 2 റുപ്പീസ് പോരിച്ചു അവിടുന്ന്. കണ്ടുപിടിക്കാൻ തിരക്കായിരിക്കും. നീ എനിക്കൊരു 2 റുപ്പീസ് ചോദിച്ചിട്ട് തന്നില്ല അല്ലേ? നിങ്ങൾ കണ്ടാറടങ്ങാൻ. പലരും കൊച്ചുങ്ങൾക്ക് അന്വേഷിച്ചു കൊടുക്കുന്നതല്ല, ഇത് ഷാപ്പി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മുണ്ടിങ്ങതാ. ബാക്കി ലോഡൊക്കെ ഇന്ന് രാത്രി തന്നെ അയക്കാം. ചാക്ക് 33. നാളെ എനിക്ക് പോവുകയും വേണം. പിള്ളേ, നമ്മുടെ വീട്ടിലെ ജോലിക്ക് നിർത്താൻ ഒരു പെണ്ണിനെ ഇതേവരെ കിട്ടിയില്ലല്ലോ. ഇവള് തന്നെ ആയാലോ അച്ഛമ്മേ? ഇവള് തന്നെ ആയാലോ? നല്ലപോലെ പണിയെടുക്കും. അതിനിപ്പോ അവരിവളെ വിടുവോ?
അതിപ്പോ അവളുടെ തന്തയോടും തള്ളയോടും ചോദിച്ചു നോക്കണം. അതിനിപ്പോ ഇത്ര ചോദിക്കാനുണ്ടോ? ഒരു ദിവസം കാറും കൊണ്ട് ഇങ്ങോട്ട് വരിക, സാവിത്രിയെ കയറ്റിക്കൊണ്ട് അങ്ങോട്ട് പോവാ. നിങ്ങളിന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങളങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുക. അവിടെ അടുത്തല്ലേ വടക്കേക്കാവ് ക്ഷേത്രം. ഇവൾക്ക് അവിടെ ഒരു നേർച്ചയുണ്ട്, താല എടുപ്പിച്ചേക്കാമെന്ന്. 6 വയസ്സിൽ പൊങ്ങം വന്നപ്പോ നേർന്നതാ. എന്നിട്ട് നീ ഇതുവരെ അത് കഴിച്ചില്ലല്ലോ. ഇപ്പൊ അവിടെ വിട്ടേക്ക്. അവളെ കൊണ്ട് താല എടുപ്പിച്ച് അവരവിടെ നിർത്തിക്കോളും. അതിന് ഇനിയും സമയമുണ്ടല്ലോ. നിനക്കെന്താ ഇവളെ എന്റെ കൂടെ അയക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ? അയ്യോ, അങ്ങനെയൊന്നും അല്ല, ഞാൻ അയക്കാം. ഹാ, ഇപ്പൊ വേണ്ട, പതുക്കെ ആലോചിച്ചിട്ട് മതി. ഇവളെ എന്റെ കൂടെ അയച്ചാൽ ഒരു വേലക്കാരിയെ പോലെയല്ല, എന്റെ മോളെ പോലെ നോക്കിക്കൊള്ളാം. ഇറങ്ങട്ടെ മോളെ, ഇറങ്ങട്ടെ. ആ